അപ്പോൾ ഇത് നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഇന്നലെ 1.5 മണിക്കൂറാണ് നമ്മുടെ പ്രഗത്ഭനായ വക്കീൽ ഇന്നലെ വാദിച്ചുകൊണ്ടിരുന്നത്. നമുക്കറിയാം. അപ്പോൾ പറഞ്ഞു വന്നിരുന്നത് ഇന്നലെ 1.5 മണിക്കൂറോളാണ് വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ നിങ്ങളൊക്കെ പാടിക്കൊണ്ടിരുന്ന കഴിഞ്ഞ 1 വർഷമായിട്ട് പാടിക്കൊണ്ടിരുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഷാവക്കീലും അത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഷാവക്കീൽ അതൊക്കെ പറഞ്ഞിട്ടാണ് തെറ്റിയിരുന്നത്. നമ്മുടെ കൂട്ടുന്നതിൻ്റെ തലേന്ന് വരെ പൂളിംഗം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം കോടതിയിൽ പ്രഗത്ഭനായ വക്കീലും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്ന മെമ്പർഷിപ്പ് എന്നുള്ള കാര്യങ്ങൾ പോലും അവതാളത്തിലാവും. അതുകൊണ്ടാണ് പണ്ട് ഷാവക്കീൽ പറഞ്ഞത്, അതൊക്കെ പറയണമെങ്കിൽ ആ പെണ്ണും പുള്ളിയോട് പോയിട്ട് കോടതി പോയി വാദിക്കാൻ പറ, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് യഥാർത്ഥ മണി ചെയിൻ്റെ കാര്യമാണ്. അത് പണം പിരിക്കുന്നു, അത് ജനങ്ങളിലേക്ക് വീതിച്ച് കൊടുക്കുന്നു. 18 തലങ്ങളിൽ വീതിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഒരു വളരെ വേറൊരു നാണം കെട്ട പരിപാടി ഇന്നലെ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും ജൂനിയറായ ഒരാൾ, ഇപ്പോൾ രജിസ്ട്രേഷൻ കിട്ടി പ്രാക്ടീസ് നടത്താത്ത ഒരാളിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ്. ഇന്നലെ 30-35 വർഷം സർവീസുള്ള 30-35 വർഷം ഒക്കെ പ്രാക്ടീസുള്ള ഒരാൾക്ക് സംഭവിച്ചത്. അത് ഇന്നലെ ഒരു നിക്ഷേപകൻ്റെ അഡ്വക്കേറ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേങ്കിൽ അദ്ദേഹം ശരിക്ക് വക്കാലത്ത് കൊടുത്ത അഡ്വക്കേറ്റ് ഹാജരായിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഇന്നലെ ഹാജരായിരുന്നത്. പക്ഷേങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ പോലും ഈ പ്രഗത്ഭനായ വക്കീൽ അടിപതറി എന്നുള്ളതാണ്. അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ജഡ്ജ് അനുവദിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇംപ്ലീഡ്മെൻറ്റിനെ നഖശിഖാന്തം എതിർത്ത് കൊണ്ടിരുന്നു നമ്മുടെ പ്രഗത്ഭ വക്കീൽ. പക്ഷേങ്കിൽ ഇദ്ദേഹം അത് ഉറപ്പിച്ച് പറഞ്ഞു, എൻ്റെ കക്ഷിക്ക് പണം നഷ്ടപ്പെട്ടതാണ്, എൻ്റെ കക്ഷിയുടെ പണം തിരിച്ചു പിടിക്കലാണ് എൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജഡ്ജ് പറഞ്ഞു, അതെ, ഇദ്ദേഹത്തിൻ്റെ കക്ഷിയുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ളതും നമ്മൾ കേൾക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ജഡ്ജി പറഞ്ഞു, ഞാൻ നിങ്ങളെയും കൂടി കേട്ടിട്ട് മാത്രമേ ഇതിൽ തീരുമാനം പറയൂ എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സുപ്രീം കോടതിയിലെ ഒരു വിധി ജയിച്ച പോലെയാണ് ആ സംഭവം. ഇത്രയും ജൂനിയറായ ഒരാളിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സാധനമാണ് പറയേണ്ടത്, പക്ഷേ അത് പറയുന്നില്ല. ഞാൻ പറയാം, ചാണകം ചവിട്ടിയാൽ ചാണകം മണക്കും എന്നുള്ളൊരു കാര്യം മാത്രം പറയാം. ഇത്രയും നാണം കെട്ട, കേരളം കണ്ട ഏറ്റവും വലിയ പാവപ്പെട്ടവരെ മൂഞ്ചിച്ച ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുത്ത് ഇങ്ങനെയൊക്കെ സ്വാഭാവികമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഓഫീസിലേക്കുള്ള യാത്രയിലാണ്, അപ്പോൾ ഇതിനായിട്ട് സമയമില്ല. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ അജിഷാജിയുടെ ഗ്രൂപ്പ് പിന്നെയും അഡ്മിൻ ഓൺലി ആയിട്ടുണ്ട്. ഒരിക്കലും അഡ്മിൻ ഓൺലി ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ദിൽബോറിൻ്റെ ഒരു വീഡിയോ ഒക്കെ അവസാനം ഇട്ടിട്ട് ആണ് അഡ്മിൻ ഓൺലി ആക്കിയിരിക്കുന്നത്. അവന് ഇവരുടെ പങ്ക് പറ്റുന്നില്ലെങ്കിൽ, ശ്രീനയുടെ പങ്ക് പറ്റുന്നില്ലെങ്കിൽ, ഇരിക്കുന്ന പൈസയിൽ നിന്ന് അച്ചാരം കിട്ടുന്നില്ലെങ്കിൽ, അവൻ എന്തുകൊണ്ട് നിക്ഷേപകരുടെ കൂടെ നിൽക്കുന്നില്ല? നിരവധി ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിയമപ്രകാരം പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ അതൊന്നും പോരാ. അവന് കമ്പനി, ഈ കള്ളക്കമ്പനി തിരിച്ചു കൊണ്ടുവന്നിട്ട് തന്നെ പൈസ കൊടുപ്പിക്കണം എന്നുള്ള ശ്രമത്തിലാണ്. എന്തിന്? അല്ല, കാരണം അതിനുള്ള മെച്ചം അവർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ ചിലപ്പോൾ പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ വീഡിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലോ ഇനി
അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളിലും ഒക്കെ ഒരു തീരുമാനമായിട്ടാകുമ്പോൾ നമുക്ക് ചെറുങ്ങനെ അതൊക്കെ പൊട്ടിക്കാം, ആവശ്യമുണ്ടെങ്കിൽ പൊട്ടിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും പടക്കക്കഥ ഗുദാഗബ.